പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഞാൻ ഒരു കാര്യം PC ജോർജിനെക്കുറിച്ചും ഷോൺ ജോർജിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു കൊച്ചു ചാനലല്ല, ഇച്ചിരി വലിയ ചാനലാണ്. ആ ടോക്ക് എടുത്ത് പബ്ലിക്കിൽ കൊടുത്തിരുന്നു. അത് ബെന്നി സാറിൻ്റെയാണ്, ബെന്നി കോട്ടപ്പുറത്തിൻ്റെ ചാനലാണ് എടുത്തത്. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഓർത്തിരിക്കുക. ഈ ഇലക്ഷൻ തീരുന്നിടം വരെയുള്ളൂ ഈ PCയുടെ കൂറ്, PCയുടെ ഓന്തിൻ്റെ നിറം. ഞാനന്ന് പറഞ്ഞത് പുഴുത്ത കക്കൂസ് എന്നാണ് വിളിച്ചത് PC. അപ്പം ഞാൻ തൽക്കാലം അത് മാറ്റി വെക്കുന്നു. കാരണം തൻ്റെ അതേ സ്റ്റാൻഡിലോട്ട് വന്നിറങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു കത്തോലിക്ക സഭ പറഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞ അതേ നാണയത്തിൽ കൊടുക്കണ്ട എന്ന് വിചാരിച്ച് കത്തോലിക്ക സഭയിൽ വിശ്വാസമുള്ള ഒരാൾ, അംഗത്വം എനിക്കില്ല, വിശ്വാസമുള്ള ഒരാളെന്ന നിലയിൽ ഞാനത് അവർ പറഞ്ഞുകൊണ്ട് മാന്യത സംസാരിക്കുന്നു. ഇത് നിങ്ങളെന്താ ചെയ്തത്? ഈ ഷോൺ ജോർജിനെ അന്ന് ഞാൻ ചുമ്മാതാൻ വിട്ടതാണ്. ഷോൺ ജോർജ് വിചാരിക്കരുത്, ഷോൺ ജോർജ് തനിക്ക് എനിക്ക് ഒരേ അധികാരമുള്ളൂ ഭൂമിക്കകത്ത്. താൻ BJPയുടെ ആരിലും ആയിരിക്കും, അത് തൻ്റെ കയ്യിരുന്നോട്ടെ, അത് ഒഴിച്ചൊന്നും ചെയ്യാനൊക്കത്തില്ല. ചെയ്യാമെങ്കിൽ ചെയ്യും. വായി വരുന്നതെല്ലാം അങ്ങ് വിളിച്ച് പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പറഞ്ഞു, കേൾക്കാം. പക്ഷേ PC ജോർജ് എന്തായാലും ഒരു കാര്യമാണ്. ഊള എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഊള എന്ന വാക്കിൻ്റെ അർത്ഥം ചളി എന്നാണ്. അടുത്തത് അഴുക്കെന്നാണ് രണ്ടാമത്തെ അർത്ഥം. അടുത്തത് ഊതി വീർപ്പിച്ച വയറെന്നാണ്. അത് ചിലപ്പോൾ അങ്ങേക്ക് ചിലപ്പോൾ ചേരുമായിരിക്കും, ഊതി വീർപ്പിച്ച വയർ. ഈ രണ്ടാമത്തെ വള്ളിച്ചെടി എന്നാണ് ഈ ഊള എന്ന വാക്കിൻ്റെ അർത്ഥം. ഓടൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പേയാടൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രാന്ത് കൊണ്ട് വല്ലതും വിളിച്ചു പറയുന്നത്. പ്രാന്ത് അതൊക്കെ ആരാന്നറിയാം, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഊളൻ്റെയും മറ്റു ഓരിഴിയിലായിട്ട് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. സാർ അത്യാവശ്യം മലയാളം നിഘണ്ടു വല്ലതും വായിച്ചു നോക്കിയാൽ മതി. പിന്നെ മുക്കിളിയിടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പല വാക്കിനകത്തുണ്ട്. ഈ ഊള എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ പല തലത്തിലേക്ക് ഊള വെച്ച് ചേർത്ത വാക്കുകളൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇനിയും സാറ് പോക്കൃത്തരെന്നൊരു വാക്ക് പറഞ്ഞല്ലോ. എൻ്റെ മനുഷ്യ, താൻ എങ്ങനെയാടോ ഇന്നൊരു മെത്രാൻ്റെ ജന്മദിനം ആശംസിക്കാൻ പോയി ഇത്രയും മെത്രാന്മാരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ? എന്ത് കള്ളനാടോ താങ്കൾ? താൻ കള്ളനല്ല, കള്ളനെ കഞ്ഞി വെച്ചവനുമല്ല, യേശുക്രിസ്തുവിൻ്റെ വലത്തോ ഇടത്തോ കിടന്നവനല്ല, അവരാരുമല്ല, അവരൊക്കെ നിസ്സാരമായി കിടന്നതാണ്. യൂദാസും അല്ല കേട്ടോ. യൂദാസൊക്കെ എത്രയോ വിശുദ്ധരാണ്. ഇവിടെ തന്നെ സമ്മതിക്കണം. പിന്നെ ഇന്നലെ ഷോൺ ജോർജ് പറഞ്ഞല്ലോ, BJP വേണ്ടാത്തവർക്ക് സഭയും വേണ്ട, സഭയ്ക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ സഭയെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എൻ്റെ സുഹൃത്തെ, ഇവിടെ BJP കണ്ടൊന്നുമല്ല കത്തോലിക്ക സഭ വളർന്നു വന്നിട്ടുള്ളത്. നീ പേഴ്സിക്യൂഷൻ, ഇവിടുത്തെ അവസാനത്തെ രക്തം പോയാലും ശ്വാസം പോയാലും കത്തോലിക്ക സഭ നിലനിൽക്കും, അതിന് യാതൊരു സംശയമില്ല. ഇന്ത്യയിലെ എല്ലാ കത്തോലിക്കരെയും കൊന്നു, ഒരു വിഷയമില്ല, കൊന്നു. ഏത് മതമർദ്ദനവും ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരാ കത്തോലിക്ക സഭയിലെ ആളുകൾ. ഒന്ന് പരസ്യമായിട്ട് ക്രൂശിൽ തറച്ചു. ഞങ്ങളൊന്നും പറയത്തില്ല, കാരണം അറിയോ, ഞങ്ങളുടെ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചേ, ശത്രുവിനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചേ. കൊന്നോളൂ എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കത്തോലിക്ക സഭ തീരുമോ? തീരത്തില്ല. ഭഗത് സിംഗൊക്കെ പറഞ്ഞ പോലെ എന്നിൽ നിന്ന് ആയിരങ്ങൾ പിന്നെയും പിറക്കും എന്ന് പറഞ്ഞ പോലെ കത്തോലിക്ക സഭ വീണ്ടും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ആരുടെ ഒന്നും വേണ്ടാന്നേ. FCRയൊക്കെ പറയട്ടെ, എനിക്കറിയാമല്ലോ, അത് പാസ്സാക്കും പറയാൻ ബാക്കി, അത് കൃത്യമായിട്ട് പറയാം. ഇനി ഞാൻ ഈ ഊളത്തരത്തിനകത്ത്, പക്ഷേ നിങ്ങൾ PC പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സഭയെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ട് ഞാൻ സഭയ്ക്കെതിരെ പറഞ്ഞില്ല. ഇങ്ങോട്ടെടുത്ത് വെച്ച അണ്ണാക്കിലോട്ട് വെച്ച നാക്ക് പിന്നെ അങ്ങോട്ട് വരുമ്പോഴോ പറഞ്ഞിട്ട് അണ്ണാക്കിലോട്ട് ചോദിച്ചാൽ സഭയല്ല പറഞ്ഞേ, പിന്നെ ആരെയാ പറഞ്ഞേ? ഇവിടെ പൂഞ്ഞാറിലെ വോട്ട് വേണ്ട ക്രിസ്ത്യാനികളുടെ എന്ന് പറഞ്ഞുകൂടായിരുന്നു എനിക്ക്. മുസ്ലിങ്ങളുടെ തനിക്ക് വേണ്ടെന്ന് പണ്ടേ പറഞ്ഞു. ഇനി താൻ ജയിക്കും 20,000 വോട്ടിന്, 2,000 വോട്ടിന് ജയിക്കുമോ? വേണ്ട, 2 വോട്ടിന് ജയിക്കുമോ? ഇല്ല, താൻ ജയിക്കത്തില്ല. തൻ്റെ ഷോൺ ജയിക്കുമോ? ഇല്ല, ജയിക്കില്ല. എല്ലാം ഞങ്ങൾ 3 പേരും, മാനസി കാപ്പനും ജോസും ഷോണും ഒരേ രൂപതയാണ്, പാല രൂപതയാണ്. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ അല്ലേ? കല്ലറങ്ങാട്ട് പിതാവിൻ്റെ എൻ്റെ അധ്യാപകനോട് അതും ആലോചിച്ചു. അങ്ങനെ എനിക്ക് പറയാനുള്ള ധൈര്യമുള്ള നീ പറയണേ. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ എഴുതി പഠിച്ചോണേ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത് കൃത്യമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ജയിക്കുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജയിച്ചു വാ, സല്യൂട്ട് ചെയ്ത് ബൈക്ക് വയ്ക്കുക. പിന്നെ കുടുംബത്തോളം നിയമസഭ ഭരിക്കാമെന്നല്ലേ പറഞ്ഞേ, അത് ഭരിച്ചു വെക്കും. ഇവിടെ വായിരിക്കുന്ന വാക്ക്. പിന്നെ ദീപികപത്രം, ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ദീപികപത്രം എഴുതുന്നിടത്ത് വളരെ കൃത്യമായിട്ട് എഴുതിയേ. തനിക്കത് മാത്രം എന്താ എടുക്കാമത്തെ? ഇവിടുത്തെ മാധ്യമങ്ങളെന്താ അത് മാത്രം എടുത്തേ? ദിവ്യപത്രം അമേരിക്കയുടെ യുദ്ധക്കുതിയെക്കുറിച്ചാണ് ആദ്യം എഴുതിയിരിക്കുന്നത് ഇന്ന് എഡിറ്റോറിയലിനകത്ത്. അതാരും എടുത്തില്ലല്ലോ.
PC ജോർജ് പറഞ്ഞെടുത്തു. അമേരിക്കയുടെ യുദ്ധവെറി പൂണ്ട സ്വഭാവത്തെക്കുറിച്ച് ഇന്നത്തെ മാർപ്പാപ്പ പറഞ്ഞാണ് എഡിറ്റോറിയൽ ചെയ്തേക്കുന്നത്. ഇന്ന് പത്രമൊന്നും വരുത്തണമെന്നില്ലടൂ. നെറ്റിൽ കയറി എഡിറ്റോറിയൽ ഓഫ് ഏത് പത്രത്തിൻ്റെ എടുത്താലും നമുക്ക് കിട്ടും. പിന്നെ അങ്ങ് വിരട്ടി പേടിപ്പിക്കാവുന്നതാണെങ്കിലേ നമ്മളൊക്കെ വിചാരിക്കും ബൈബിളിൽ ആമോസാണ് ശക്തനെന്നല്ലേ. അല്ല, ഓസിയെ. താൻ ബൈബിൾ വായിക്കുന്ന ആളല്ലേ. താൻ കഴിഞ്ഞ ദിവസം കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എങ്ങനെ നാവിൻ തുമ്പോട്ട് സ്വീകരിക്കാൻ സാധിച്ച്? വിഷം ചീറ്റുന്ന പാമ്പിന് പോലും കുർബാന സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം നിന്നെങ്കിലേ അത് യേശു തന്ന ക്ഷമ കൊണ്ടും യേശു തന്ന സഹനം കൊണ്ടും യേശു തന്നോട് പൊറുക്കുന്നത് കൊണ്ടാണ്. തൻ്റെ ഗുണം കൊണ്ടല്ല. ദൈവം തൻ്റെ കൃപ കൊണ്ട് തൻ്റെ പാപത്തെ കഴുകിക്കളയാൻ ആഗ്രഹിക്കുന്നുണ്ട് താൻ കുർബാന സ്വീകരിച്ചേ. എങ്കിലും ഇതൊന്ന് ആലോചിച്ചോ, അത് വായിച്ചോ. ഓസിയ പുസ്തകം 13-ാം അധ്യായം. തമ്മിൽ ബൈബിൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബൈബിൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഗീത എടുത്ത് പറഞ്ഞേനെ. അതായത് ഓസിയ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യം എന്താ വായിക്കണം? 3 അല്ല 10 പ്രാവശ്യം വായിക്കണം. ഞാങ്ങണ പോലെ അവൻ തലച്ചു പറഞ്ഞാലും കിഴക്കൻ കാറ്റ്, കർത്താവിൻ്റെ കാറ്റ് മരുഭൂമിയിൽ ഉയർന്നു വരും. അവൻ്റെ നീരുറവ് വറ്റിപ്പോകും, അവൻ്റെ അരുവി വരണ്ടു പോകും. അതവൻ്റെ ഭണ്ഡാരത്തിൽ വിലപിടിപ്പുള്ളതെല്ലാം കവർന്നെടുക്കും. നിർത്തട്ടെ അത് ഞാൻ. ഇനിയും താനെ ആമോസ് വായിച്ച് പ്രസംഗിക്കുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സുകളൊക്കെ പറയാം. ഓസിയ വായിച്ച് പഠിക്കുക. ഒബാദിയ വേണ്ട, ഒബാദിയൊക്കെ കുറച്ചാ. ഓസിയ വായിച്ച് പഠിച്ചിട്ട് ഇവൻ്റെയൊക്കെ ചെവിക്ക് തോന്നുന്നത് ചെവിക്ക് നുള്ളുമല്ല പറയണ്ടേ, ചെവിക്ക് മർമ്മരസപ്രധാനമായ കാര്യം സംസാരിക്കാൻ പഠിക്കുക. നിങ്ങളിനി സെമിനാറിൽ പോയി തിയോളജിയോ എസ്കറ്റോളജിയോ ന്യൂമറ്റോളജിയോ ക്രിസ്റ്റോളജിയോ അല്ലെങ്കിൽ പട്രോളജിയോ ഒന്നുമല്ല പഠിക്കണ്ടേ. നിങ്ങൾ പഠിക്കണം ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും സമൂഹത്തിന് നിലനിൽക്കണമെന്ന് പഠിക്കണം. ഈസി ഷോണേ, നല്ല ഭാവി ഇപ്പോഴേ അതിനകത്ത് ഉപ്പിട്ട് വെച്ച് നശിപ്പിക്കണ്ട. ഈശോടും പറയാം. PC ഇപ്പോൾ എന്തായാലും ഇപ്പം അണയാൻ പോകുന്ന മെഴുകുതിരി ഇതോട് തീർന്നു കണ്ട തൻ്റെ ഇതോട് തീർന്നു തന്നെ. തന്നെ ഇനി BJPക്കാരുടെ കാര്യം പറയാം. BJP പാർട്ടി അദ്ദേഹത്തിന് പ്രാദേശികമായി പറയണമെങ്കിൽ സഭ പ്രാദേശികമൊന്നുമല്ല, സഭ പ്രാദേശികമല്ല, സഭ ഇൻ്റർനാഷണലാണ്, ആഗോളമാണ്, സാർവത്രിക സഭ എന്ന് ഞങ്ങൾ പറയണേ. അല്ലാതെ ഞങ്ങൾക്ക് ലോക്കൽ സഭ എന്നില്ല. ലോക്കൽ സഭയുണ്ട്, അവിടെ ഒരു പള്ളി മാത്രം. അയാൾ പറഞ്ഞിട്ട് പ്രാദേശികമായിട്ട് വന്നെങ്കിൽ പ്രാദേശിക സഭയാണ്, സാർവത്രിക സഭയാണ്. നിങ്ങൾ നോവിച്ചൊരു സാർവത്രിക സഭയാണ്. അതിന് പേടിയൊന്നുമില്ല നമുക്ക്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടുത്തെ മുഴുവൻ കത്തോലിക്കരെ, മുഴുവൻ ക്രിസ്ത്യാനികളെ 2.5 നിങ്ങൾ തൂക്കിക്കൊന്ന് കളഞ്ഞാലും, വിറ്റ് കളഞ്ഞാലും, വെന്ത് കളഞ്ഞാലും, വേദനിപ്പിച്ച് കളഞ്ഞാലും, തീ കത്തിച്ച് കളഞ്ഞാലും തിരിച്ച് എത്തിയിരിക്കും. കാരണം അത് അങ്ങനെയാണ് നടത്തപ്പെടുന്നത്. ദൈവത്താൽ നടത്തപ്പെടുന്നതിനെയും വിശ്വസിക്കുന്നതുകൊണ്ടാണ് പറയണേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനെയും വിശേഷ പ്രസംഗമൊന്നുമല്ല, പക്ഷേ അനുഭവത്തിൽ നിന്നാണ് പറയണേ. താഴെ ചാരത്തിൽ നിന്ന് എടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് അത്രയും മറക്കാതിരിക്കുക. BJPയൊക്കെ മനുഷ്യത്വത്തിലും ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന വിശ്വസിച്ചുണ്ടായി പറയണേ. ഏകമേവം അദ്വിതീയം എന്ന് പഠിപ്പിക്കുന്ന ഒരു തത്വസംഹിതയിലാണ് നിങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അതിൽ നിന്ന് വ്യതിരിക്തമായി ചിന്തിക്കുന്നവരെ നിങ്ങൾക്ക് ഒറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ സമൂഹം ഒറ്റപ്പെടുത്തുമെന്ന് മെയ് മാസം 4-ാം തീയതി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എഴുതിത്തരും. ജോൺസൺ കരൂർ.